പുതിയ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഓരോരോ ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ ഓരോരുത്തർ പോകുന്നുണ്ട്. മനോരഥങ്ങളിലും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മളും ഇച്ചിരി എൻഗേജ് ആയിരിക്കാന്ന് വിചാരിച്ചു. ഈ സിനിമയിലുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇതൊക്കെ എപ്പോൾ ഷൂട്ട് ചെയ്ത് അറിയില്ല. അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്താണ്. അപ്പൊ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നു. സിനിമ കണ്ടിരുന്നല്ലോ. വൺസ് അപ്പോൺ എ ടൈം. പിന്നെ മഡിയിലൊക്കെ ഉണ്ട്. മഡിയിൽ ഹീറോ ടീനേജ് ക്യാരക്ടർ, പക്ഷെ കണ്ടാൽ തിരിച്ചറിയാൻ പാടാം. പിന്നെ പരസ്യങ്ങളൊക്കെ ടി വിയിൽ എപ്പോഴും വരുന്നത് 24 ന്യൂസിലും ഫ്ലവേഴ്സിലൊക്കെ എപ്പോഴും പരസ്യങ്ങൾ വരുമായിരുന്നു നേരത്തെ. കാഞ്ചന ഫുഡ് പ്രോഡക്ട്സിന്റെ അങ്ങനെ ഉണ്ട്. പക്ഷെ ബിഗ് ബോസിൽ വന്നിട്ട് ആൾക്കാർ അറിയുന്നത്. അപ്പം ഇനിയിപ്പോൾ അടുത്ത മൂവീസൊക്കെ വരുന്നുണ്ട്, നോക്കട്ടെ. സംസാരമൊക്കെ നടക്കുന്നുണ്ട്, മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ പറഞ്ഞാൽ പ്ലാൻ വരും, അനൗൺസ് ചെയ്യാം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വിശേഷം എന്തൊക്കെയാ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് ഇറങ്ങിയിട്ട് ഒരു മൈൻഡൊക്കെ സെറ്റ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇനിയും തിരിച്ച് കാര്യമായിട്ട് ഇറങ്ങണം, അതാണ് ഇപ്പോൾ പ്ലാന്. ഓക്കെ. സിനിമയിലേക്ക് എന്തെങ്കിലും വഴി വന്നോ? വന്നിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, തുറന്നിപ്പോൾ പറയാൻ പാടില്ലല്ലോ. അപ്പം അറിയിക്കാം ഉറപ്പായിട്ടും. അപ്പോൾ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിലായിരുന്നു ഞങ്ങളെ ഒരുമിച്ചിരുന്നേ. വാട്സാപ്പ് ടൈമിൽ കാണായിരുന്നു. പെട്ടെന്ന് അഭിഷേകം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവരാദ്യം എനിക്കൊന്ന് ഫെബ്രുവരി മാർച്ചിലും കണ്ട് പ്ലാൻ ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്തുണ്ടായിരുന്നു. പിന്നെ ഇത് കയറി കഴിഞ്ഞാൽ എനിക്കപ്പോൾ അറിഞ്ഞു, ജൂൺ ജൂലൈയിലും കണ്ടാണ് പ്ലാൻ ചെയ്ത് അറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്കും കാണാൻ പറ്റിയില്ല. OTT ഒന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണണം, OTT ഇറങ്ങി കഴിയുമ്പോൾ കാണാം. ഓക്കെ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും വിളിച്ചിരുന്നോ? പിന്നെ അൻസിബെ, ഋഷിയൊക്കെ കാണാറുണ്ട്, പൂജ കാണാറുണ്ട്, സിബിൻ ചേട്ടനെ കാണാറുണ്ട്. സായി ഇതുവരെ കണ്ടില്ല, ഞങ്ങൾ വിളിക്കാറുണ്ട്. സായിയുടെ വണ്ടി ഇടിച്ചായിരുന്നു. അറിഞ്ഞു. ഞാൻ ഇതുവരെ അവനെ വിളിച്ചില്ല. അവൻ ആ ഒരു മൈൻഡ് മാറട്ടെ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചില്ല. ഞാൻ അറിഞ്ഞു, ഞാൻ വേറെ വഴി വിളിച്ച് ചോദിച്ചു, കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിൽ കാണുന്നതിനേക്കാളും സുന്ദരനാണല്ലോ. മറ്റന്നാൾ സ്കൂളിലൂടെ നമ്മുടെ റീല് കത്തില്ലേ? ആ 4 lakh ഞാൻ കണ്ടു. 4 lakh views. ഞാൻ നോക്കി വ്യൂസൊക്കെ ഏതൊക്കെ ഞാൻ അവിടെ അഭിനയിച്ചിട്ടുണ്ട്.